നോക്കാവുന്നിടത്തൊക്കെ നോക്കി. കുഞ്ഞിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ആരും അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുമില്ല. നിൽപ്പും ആലോചനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ മഹാകാര്യം ചെയ്യാൻ പോകുന്ന പോലെയാ. ചേച്ചി, എന്താടാ ചേച്ചിക്ക്? ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ ഗഹനമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ആ ആലോചനയിൽ നിന്നും ഒരു സത്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു. എന്ത്? പറയാം. ആ കുട്ടിയെ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഇനി അതിനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതാണോ ഇത്ര നേരം ആലോചിച്ചത്? എടാ പൊട്ടാ മന്ദബുദ്ധി, നിനക്ക് എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. 50 ലക്ഷം രൂപയാ പോയത്. പിന്നെയും പിന്നെ അത് ആലോചിക്കുമ്പോ എനിക്ക് ദേഹം തളർന്നു വരിക. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്ത് താ മനുഷ്യ. മതിയോ? അതോ ഇനിയും വേണോ? നിങ്ങൾ എന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കല്ലേ? എനിക്ക് യാതൊരു സന്തോഷവും സങ്കടവും. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! ഒന്നും രണ്ടും അല്ല, 50 ലക്ഷം രൂപയാ കയ്യിൽ നിന്ന് പോയത്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോ നിങ്ങളുടെ മനസ്സിന് യാതൊരു കുലുക്കവും ഇല്ലേ? എന്റെ പൊന്നു രുക്മിണി, ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കും. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടൂ. അല്ലാത്തതിനൊക്കെ എത്ര അടക്കി പിടിച്ച് കൂടെ നിർത്താൻ നോക്കിയാലും ഒരു ദിവസം അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ആ കുഞ്ഞിന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചതെന്നോർത്ത് നീ സമാധാനപ്പെടും. എന്നെ കൊണ്ടതിന് കഴിയില്ല. എന്നാ പിന്നെ നീ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നോ. അളിയോ നിന്നേ. എന്റെ ചേച്ചിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ സുമേഷ് അത് പരിഹരിക്കുകയും ചെയ്യും. എങ്ങനെ പരിഹരിക്കും? എടാ ചോദിച്ചത് കേട്ടില്ലേ? എങ്ങനെ പരിഹരിക്കുമെന്ന്? ആ 50 ലക്ഷം രൂപ നഷ്ടപ്പെടില്ല. അത് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന്? അതിന് ആ കുഞ്ഞ് നമ്മുടെ കയ്യിലില്ലല്ലോ. നാളെ നമ്മൾ 3 പേരും കൂടി ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചേച്ചിയുടെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടും. നീ എന്തൊക്കെയാ സുമംഗല ഈ പറയണേ? സത്യമായിട്ടാ പാടില്ല. ഒരു കാരണവശാലും ബാലാമണി നാളെ ഹോസ്പിറ്റലിൽ പോകരുത്. അവിടുത്തെ റെക്കോർഡിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് അവൾ കണ്ടാ പിന്നെ നിനക്ക് അവളുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ സുമംഗലെ? അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് നീ അവളുടെ ആ തീരുമാനം മാറ്റിയെടുക്കണം. കഴിയില്ല. തീരുമാനിച്ച കാര്യം നടത്താതെ അവൾ അടങ്ങില്ല. എന്ത് പറഞ്ഞു ഞാൻ അവളെ തടയും? സത്യം എന്താണെന്ന് എനിക്ക് അവളോട് പറയാൻ പറ്റോ? പറഞ്ഞാൽ അവൾ അത് അംഗീകരിക്കോ? ഒരുപക്ഷെ ആ കുഞ്ഞ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതിനെ അവൾക്ക് കൊടുത്തിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും പറയാൻ എനിക്ക് കഴിഞ്ഞേനെ. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. ഇപ്പൊ നീ അത് പറയാതിരുന്നാലും നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ അവളെല്ലാം അറിയില്ലേ? അതിലും നല്ലത് ഇന്ന് തന്നെ എല്ലാം അവളെ അറിയിക്കുന്നതല്ലേ? എന്താ സുമംഗലെ, ഞാൻ പറഞ്ഞതല്ലേ എന്റെ ശരി? ഇല്ല ഏട്ടാ, ഞാനായിട്ടൊന്നും ഒരിക്കലും അവളോട് പറയില്ല. അത് ഞാൻ അഭിരാമിക്ക് കൊടുത്ത വാക്കാ. ആ വാക്ക് ഞാൻ തെറ്റിക്കാൻ പാടില്ല. അപ്പോ ഹോസ്പിറ്റലുകാർ പറഞ്ഞ് ബാലാമണി എല്ലാം അറിയട്ടെ എന്ന്, അതാണോ എന്റെ ശരി? ശരിയും തെറ്റുമൊന്നും ഏട്ടൻ ഇപ്പൊ എന്നോട് ചോദിക്കണ്ട. എന്റെ തീരുമാനം ഇതാണ്. അപ്പോ നാളെ എന്റെ മോള് അഴകത്ത് നിന്ന് ഇറങ്ങും അല്ലേ സുമംഗലെ? എക്സ്ക്യൂസ് മീ. യെസ് മാം. ഞാൻ ബാലാമണി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എന്റെ ഡെലിവറി നടന്നത് ഈ ഹോസ്പിറ്റലിൽ വെച്ചാ.
ഞാൻ എന്ത് സഹായം മാഡത്തിന് ചെയ്യേണ്ടത്? എനിക്ക് അന്നത്തെ ആ കേസ് ഫയൽ ഒന്ന് വേണം. ചില ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാനാ. കേസ് ഫയൽ എന്ന് വെച്ചാൽ മാഡം എന്താ ഉദ്ദേശിച്ചത്? അന്ന് മാഡം കഴിച്ച മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ് ആണോ? OP കാർഡ് നമ്പർ അറിയാമെങ്കിൽ ഇപ്പൊ തന്നെ പ്രിന്റ് ഔട്ട് എടുത്തു തരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അന്ന് കഴിച്ച മെഡിസിന്റെ ഡീറ്റെയിൽസ് അല്ല എനിക്ക് വേണ്ടത്. പിന്നെ മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്റെ കേസ് ഫയലാണ് വേണ്ടത്. പ്രസവത്തോടെ എന്റെ കുഞ്ഞു മരിച്ചു എന്നാ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയണം. എന്റെ കുഞ്ഞിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കേസ് ഫയലിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവുമല്ലോ. മെഡിസിന്റെ ലിസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ HR ഡിപ്പാർട്ട്മെന്റാ നോക്കുന്നത്. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ആ ഫയൽ തരാൻ പറ്റൂ. എങ്കിൽ HR-ൽ വിളിക്കൂ. ഇല്ല മാം, HR മാനേജർ എന്ന ലീവാ. സാറ് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ മാഡം വന്ന് കാണും. എനിക്കാരെയും കാത്തു നിൽക്കാൻ പറ്റില്ല. ഇപ്പോ ഈ നിമിഷം എനിക്ക് ഡീറ്റെയിൽസ് കിട്ടണം. മാഡം, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ബുദ്ധിമുട്ട്. HR മാനേജറുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യമാണ്. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ ഒരു കാര്യം അന്വേഷിച്ച് ഞാനിവിടെ വരികയാണെങ്കിൽ എങ്ങനെങ്കിലും എന്നെ ഒഴിവാക്കി വിടണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാഡം എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനൊരു നിസ്സാര കാര്യം ചെയ്തു തരാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? മാഡം, ഇതൊരു നിസ്സാര കാര്യമല്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരുടെങ്കിലും പെർമിഷൻ ഇല്ലാതെ എനിക്ക് ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഞാൻ എന്തിനാണോ വന്നത് ആ ഡീറ്റെയിൽസും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കതൊരു വിഷയമല്ല. മാഡം, ഞാൻ എന്താ ഇവിടെ? ആ, ബാലാമണിയോ? എന്താ ബാലാമണി ഇവിടെ? എന്താ പ്രോബ്ലം? എന്താണ് ബാലാമണിയുടെ പ്രശ്നം? എന്തിനാ റിസപ്ഷനിൽ നിന്ന് അത്രയും ബഹളം ഉണ്ടാക്കിയത്? ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായില്ല. അഭിയെടുത്ത് ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഡോക്ടർക്ക് മനസ്സിലായില്ലേ? അഭിരാമി ബാലാമണി ചതിച്ചു എന്ന് പറഞ്ഞാൽ? അതെ, അതാണ് സത്യം. ലേബർ റൂമിൽ അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരു നഴ്സ് അബദ്ധത്തിൽ എന്നോടത് പറഞ്ഞു. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ കഴിയുന്നതിന് മുൻപ് അവരെന്റെ മുൻപിൽ നിന്ന് പോയി കളഞ്ഞു. അറിയാതെ അവര് പറഞ്ഞ വാക്കുകള് അതെനിക്ക് വേണ്ടി ദൈവം തന്ന അടയാളങ്ങളാ. ആ അടയാളങ്ങളുടെ പിൻബലത്തിലാ സത്യം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കാർത്തിക് സാർ എന്നെ ഒന്ന് സഹായിക്കണം. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്കും അറിയണം. ഹോസ്പിറ്റൽ രജിസ്റ്റർ എടുത്ത് നോക്കിയാ അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. പ്രസവത്തോടെ ആ കുട്ടി മരിച്ചിട്ടില്ല എന്നാണെങ്കിൽ അത് ഉറപ്പായിട്ടും രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെയല്ലേ നിയമം? അതെ, കുഞ്ഞിന്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡിലുണ്ടാവും. എങ്കിൽ അതൊന്ന് എടുപ്പിക്കൂ പ്ലീസ്. ബാലാമണി ഇരിക്കൂ, ഞാൻ HR മാനേജറെ വിളിച്ച് സംസാരിക്കട്ടെ. അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ ഓഫീസിൽ വിളിച്ച് ബാലാമണിക്ക് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയും. ഞാനത് ഇപ്പം തന്നെ ചെയ്യാം. ചിലപ്പോൾ ബാലാമണിയുടെ തോന്നലുകൾ സത്യമാണെങ്കിലോ? എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, കുഞ്ഞിനെയും കൊണ്ട് എത്രയും വേഗം ഈ നാട്ടിൽ നിന്ന് പോണം. ഇവനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? മേശ. ആ മേശയിലെന്താ? ഡയറിയോ?
കരയിലടാ, കരയിലെ മോനെ, കരയില്. കളിച്ചോ. ഇതാണോ? ഡോക്ടർ സ്വാമിനാഥൻ പോറ്റി, പാലക്കാട്. ഈ അഡ്രസ്സിലുള്ള ആളെ പോയി കാണണോ? ഞാനിവനെ മോഷ്ടിച്ച കാര്യം രുക്മിണിക്കോ സുമേഷിനോ അറിയില്ല. അഴകത്തമ്മയ്ക്ക് കൊടുക്കാൻ അവർ വേറൊരു കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുക. കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ടാണ് അവർ അഴകത്തമ്മയെ വിളിക്കാത്തത്. കുഞ്ഞിനെയും കൊണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് പോകണം. ഞാൻ അറിയിച്ചിട്ടേ ഇനി തിരിച്ചു വരാവൂ. അല്ലെങ്കിൽ ഇവൻ്റെ ജീവന് ആപത്താണ്. എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ഡോക്ടർ ഒരു കത്തെഴുതി തന്നാൽ മതി. ഞാൻ അതുമായിട്ട് ഇന്ന് തന്നെ ഇവിടുന്ന് പൊക്കോളാം. ഹലോ. ഓക്കെ, എങ്കിൽ വേഗം കൊണ്ടുവരൂ. രജിസ്റ്റർ ഇപ്പോൾ കൊണ്ടുവരും. ബാലാമണി ടെൻഷൻ ആവാതിരിക്കേ. മരിക്കാൻ വിധിയുള്ള ഒരു കുഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് കാണും മുമ്പേ അത് മരിച്ചത് നന്നായില്ലേ? ഓർമ്മയിൽ ആ മുഖം ഇല്ലാതിരിക്കുന്നതാ നല്ലത്. മോനെങ്ങനെ ഇരിക്കുന്നു? വലിയ വികൃതിയായിരിക്കുമല്ലേ? ഡോക്ടർ, പൊയ്ക്കോളൂ. ഒന്ന് വേഗം നോക്കൂ, എന്താ അതിൽ എഴുതിയിരിക്കുന്നെന്ന്. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും എഴുതിയിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പാ. എന്റെ മോൻ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവന്റെ കരച്ചിൽ എന്നെ വിടാതെ പിന്തുടരുന്നത്. ആ കരച്ചിൽ തന്നെ എന്നെ ഇവിടെ എത്തിച്ചത്. വേഗം ഒന്ന് നോക്കൂ പ്ലീസ്. എന്താ എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? ഒന്ന് പറയൂ. സോറി ബാലാമണി, ആ കുട്ടി സ്റ്റിൽ ബർത്താണ്. എന്താ? എനിക്കത് മനസ്സിലായില്ല. ചാപിള്ള. എന്താ? ഏയ് ബാലാമണി, എന്താ ഇത്?
വെറുതെ തെറ്റിദ്ധരിച്ചത് അമ്മ. അഭിയടുത്ത് ബാലാമണിയെ ചതിച്ചിട്ടില്ല. കാർത്തിക് തന്നെയാണോ ആ റിസൾട്ട് നിന്നെ കാണിച്ചത്? ഞാൻ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടിട്ടാ കാർത്തിക് സാർ വന്നത്. പിന്നെ കാർത്തിക് സാർ തന്നെ HR മാനേജറെ വിളിപ്പിച്ച് പഴയ ഫയൽ എടുപ്പിച്ചു. ആ പഴയ ഫയലിൽ കുട്ടി മരിച്ചു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുമായിരുന്നില്ല. പോട്ടെ, ഇനി അതൊന്നും മോൾ ഓർക്കണ്ട. അമ്മേ, അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനാ അമ്മ ഈശ്വരൻ പിന്നെയും പിന്നെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞ കുട്ടി നിന്നെ സമാധാനിപ്പിക്കേണ്ടത്? അതിന് പറ്റിയ വാക്കൊന്നും അമ്മയുടെ നാവിൽ വരുന്നില്ല. പ്രസവത്തോടെ തന്നെ എന്റെ കുഞ്ഞു മരിച്ചു. അവനെ ലാളിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലമ്മ. ആ വേദനയോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞവളാ ഞാൻ. പിന്നെയും ആ നേഴ്സിന്റെ രൂപത്തിൽ എനിക്ക് പ്രതീക്ഷ തന്നത് എന്തിനാ? ആ പ്രതീക്ഷ, അവനെ ലാളിക്കാനുള്ള കൊതി, അങ്ങനെ വീണ്ടും വീണ്ടും എന്റെ മനസ്സ് തുടിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം അവസാനിച്ചു. മോളെ, ഒന്നും അങ്ങനെ അവസാനിച്ചിട്ടില്ല. അവസാനിച്ചു എന്ന് നീ കരുതുകയും വേണ്ട. നീ കരുതുന്ന പോലെ അത്ര ഭാഗ്യം കെട്ട പെൺകുട്ടിയല്ല നീ. ഇല്ലമ്മേ, എന്നെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞ് മരിച്ചു, അതാ സത്യം. ആ സത്യം ഉൾക്കൊള്ളാത്തത് കൊണ്ട് പിന്നെയും പിന്നെയും എനിക്കിങ്ങനെ വേദനിക്കേണ്ടി വരുന്നത്. ഇനി ഒരിക്കലും ഞാൻ കുഞ്ഞിന്റെ കാര്യം ഓർക്കില്ല. ഇപ്പൊ എന്റെ മനസ്സിലും അവൻ മരിച്ചു കഴിഞ്ഞു. അവന് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്ന സാധനങ്ങളിൽ ഒന്നുപോലും ഇനി ഞാൻ സൂക്ഷിക്കില്ല. അവന്റെ കുഞ്ഞുടുപ്പുകളും വളകളും ചാന്തും കൺമഷി എല്ലാം ഞാൻ വലിച്ചെറിഞ്ഞ് കളയും. ഞാൻ പ്രസവിച്ച ചാവിള്ളക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈശ്വരാ, ഗീതമ്മേ, ചായയും കൊണ്ട് പോകുന്നൊക്കെ കൊള്ളാം. അവന്റെ മുമ്പിൽ നീ നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. ഓ പിന്നെ, അഭിരാമി ഈ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിച്ചത് നിന്റെ പണിയാണെന്ന് അവൻ അറിഞ്ഞു കാണും. അറിയാതിരിക്കാൻ അവൻ അത്ര പൊട്ടനൊന്നും അല്ലല്ലോ. അതുകൊണ്ടാ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറയുന്നത്. എനിക്കൊരുത്തനെ ഒരു പേടിയുമില്ല. അമ്മയുടെ ജോലി നോക്ക്. ഏയ്, ഞാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അയാളെന്നെ എന്ത് ചെയ്യാന്? ചായ അതോടെ വയ്ക്ക്. എന്നിട്ട് ഗീത ഒന്ന് കണ്ണടച്ചേ. അതെന്തിനാ? ഹാ, ഒന്ന് കണ്ണടക്കേ. ഞാൻ പറയാതെ കണ്ണു തുറക്കല്ലേ. ഇനി കണ്ണു തുറന്നു. അയ്യേ, ഇതെന്താ ഇങ്ങനെ? സഹദേവനെ ലോകം ഇനി ഇങ്ങനെ കണ്ടാ മതി. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഇത് തന്നെയാ ചേരുന്നേ.
പിന്നെന്തിനാ ഗീത ആദ്യം അയ്യേന്ന് പറഞ്ഞത്? ഏയ് അതങ്ങനെയല്ല. ഈ സൗന്ദര്യമുള്ള വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അയ്യോ എന്തൊരു ഭംഗി, അയ്യോ എന്തൊരു ചന്തോന്നൊക്കെ. അങ്ങനെയാണല്ലേ? ഗീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ നടക്കാം. അടുക്കളയിൽ ഒത്തിരി പണിയുണ്ടാവില്ലേ? പൊയ്ക്കോളൂ. അയ്യേ കഷ്ടം. ഗീതമ്മേ, ഇനിയാ നീ അനുഭവിക്കാൻ കിടക്കുന്നേ. നോക്കിക്കോ.